ഇവനെ ഞാനൊന്ന് ഒന്ന് പാട്ട് നിർത്തും അഭയാ. ശരി, ഇപ്പൊ ഞാൻ പാടിയതായി എന്താ തുത്തുരിപ്പിച്ച് ചവിട്ടി ഓടിക്കും ഞാൻ. ചോയേട്ടാ സ്ട്രോങ് ഹർത്താലാവുന്ന പറയണേ, പുലിവലാവോ? അതിനിപ്പോ ഞാനെന്താ വേണ്ടേ, ചാവണോ? അതേ വണ്ടി പോലെ ഞാനും മെഷീനല്ല പറഞ്ഞേ. പാട്ടി ഹർത്താലായ വണ്ടി അനങ്ങില്ല, മുള്ളനങ്ങില്ല കേട്ടാ. ഉള്ള കടപ്പാടം പണയം വെച്ചെടുത്ത വണ്ടിയാ. ഇതുമ്പോ തൊട്ട് കളിച്ചുള്ള കേസൊന്നുമില്ലേ. പിണ്ടുണ്ടായിരുന്നു ഇവന്റെ വായിൽ കുത്തിക്കറ്റ് വെക്കാറുന്നു. ജോയേട്ടാ ആ പ്രസിഡന്റിനെ ഒന്ന് വിളിച്ചു നോക്കിയാലോ? എന്തിന്? അത് വേണടാ. വിളിക്ക്. എന്താ ആളുടെ സ്റ്റാൻഡ് എന്നറിയാലോ. എന്നല്ലേ നമുക്ക് എന്തെങ്കിലും തീരുമാനം എടുക്കാൻ പറ്റൂ. ഹലോ ഹലോ രവി സാറേ. അതെ, ആരാണ്? ഞാനൊരു പാവൻ ജോയാണ്. എന്തുകൊണ്ട് പാവജോയാ? അയ്യോ പാവജോയി അല്ല, പാവൻ ജോയി. ജോയി താക്കോൽക്കാരൻ. എന്താ കാര്യം? ഏയ് ഒന്നുമില്ല. ഞാൻ രവി സാറിന്റെ പാർട്ടി നാളെ നടത്തുന്ന ഹർത്താലിന് ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ വേണ്ടി വിളിച്ചാണ്. തെണ്ടിത്തരല്ല KFC കാര് കാണിച്ചേ. നീ കാര്യം പറയടാ. ഞാൻ രവി സാറിന്റെയും പാർട്ടിയുടെയും കൂടെ ഏട്ടാ. അതുകൊണ്ട് നാളെ നമ്മള് ദേവസ്ഥയിൽ പിണ്ടെടുക്കണില്ലാന്ന് തീരുമാനിച്ചു. മറ്റൊന്ന് രാവിലെ വന്ന് ഞാൻ എടുത്തോളുണ്ട്. ആടുത്താണ്ടാ നിന്റെ നാടകം. നാടകോ? എന്നിട്ട് രവി സാർ ഈ പറയണേ? നിർത്തടാ. നാളെ വൈകുന്നേരം 6 മണി വരെ നിനക്ക് സമയമുണ്ട്. അത് കഴിഞ്ഞ് ഇക്കാര്യം പറഞ്ഞിട്ട് കേറി വന്നാ നിന്റെ മുട്ടേലാൻ തല്ലി ഒടിക്കും. അല്ലെങ്കിൽ രവി സാറേ, ഞാൻ ഇപ്പൊ തന്നെ വന്നാലോ? ഈ പാദയാത്രക്ക് ദേശം തുറന്നു തരാൻ നിന്റെ അപ്പനാണ് അവിടെ ഇരിക്കണേ. അമ്പലത്തിന് ഹർത്താലില്ല, ആനയ്ക്കും ആനപ്പുണ്ടത്തിനും ഹർത്താലേ ഇല്ല. വെച്ചിട്ട് പോടാ. ഹലോ ഹലോ രവി സാർ, ഹലോ. കട്ട് ചെയ്തു. എന്താ ചോയേട്ടാ? കഞ്ഞി കണ്ടാണ്ട് കഞ്ഞി. നാളെ ലോഡ് എടുത്തില്ല വെച്ചാ പണി പാളും ഗ്രീനുവേ. ഈ തുത്തുരുത്തണ്ടി വിചാരിച്ചാല് ഇനി എന്തെങ്കിലും നടക്കുള്ളൂ. ചോദിച്ചാലോ? അഭയ എന്ത് രസായിട്ട് അഭയ നീ പാടണേ. പാട്ട് പഠിച്ചിട്ടുണ്ടാ നീ? യാത്രയൊക്കെ സുഖായാ? എന്തൊരു സുഖം മുതലാളി. ഫുഡും കൂടി ടച്ച് ചെയ്തിട്ടില്ലേ? ഫുഡ് മേടിച്ചു കൊടുത്തില്ല എന്റെ അഭയന് നീ? അതൊന്നും സാരില്ലടാ, ഞാനും കഴിച്ചിട്ടില്ല. നമുക്കിന്ന് ഒരുമിച്ച് കഴിക്കാട്ടാ. വേണ്ട മുതലാളി, ഞാൻ വീട്ടിൽ പോയിട്ട് അമ്മയുടെ കൂടെ കഴിച്ചോളാം. നാളെ ഹർത്താലൊക്കെ അല്ലേ, വണ്ടി എടുക്കണ്ടല്ലോ. എന്തുട്ടാണ് കൊച്ചു പിള്ളേരെ പോലെ വണ്ടി എടുക്കണ്ടെന്നൊക്കെ. നിങ്ങൾ വന്നേ. അഭയാ, നിന്റെ ഈ ജോയേട്ടൻ ലൈഫിൻ്റെ ഒരു നിർണായക ഘട്ടത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കണ്ട. നീ ഇന്ന് ഇവിടെ കിടന്ന് ഉറങ്ങിയിട്ടേ നാളെ രാവിലെ നമുക്ക് ദേവസ്ഥയിൽ പോയിട്ട് ലോഡെടുത്താലോ? ഞാനൊന്നുമില്ല, നിങ്ങൾ വേറെ ആരെങ്കിലും പോയി നോക്ക്. ഞാൻ ഈ രാത്രി വേറെ ആരെ പോയി നോക്കണ്ട ഭയാ. ജോയേട്ടൻ ടെൻഷൻ അടിക്കേണ്ടിരി. കോർട്ടിൽ നമുക്ക് അനുകൂലമായിട്ട് വിധി വന്നല്ലേ. ഒരു ദിവസം വൈകിയ കോർട്ടിനെ അത് പറഞ്ഞ് കൺവിൻസ് ചെയ്ത് കളയാം. 1.5 വർഷമായിട്ട് കൺവിൻസ് ചെയ്തോണ്ടിരിക്കല്ലേ ഗ്രീനുവേ. അഭയാ, എന്നെ ഒന്ന് രക്ഷിക്കടാ. നമുക്ക് നാളെ പോവാടാ. ഇവനൊന്ന് കൺവിൻസ് ചെയ്യിക്കേ. അഭയകുമാർ എന്നല്ലേ പേര്, പിന്നെന്തിനാ പേടി? ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൂടെ? ഒന്ന് രക്ഷിക്കടാ മോനെ, വേറെ ഒരു രക്ഷയില്ലാത്തോണ്ടടാ. സമ്മതിക്കും മോനെ. താങ്ക്സ് മോനെ, താങ്ക്സ്. ഇവനെന്റെ കറുത്ത മുത്തണ്ട. പിണ്ടത്തിന്റെ പുറത്തെ പറ്റിയുള്ള തുണി അലക്കിട്ടേക്കണേ. അതിനകത്ത് ആളുണ്ട് കേട്ടാ. ആ നാരനേട്ടനാ. കർത്താവ്, ഈ പിണ്ടോക്കാരെ കത്തിച്ചേ? ഞാൻ പറഞ്ഞു നാരനേട്ടൻ, നമ്മുടെ പിണ്ടാരെ കത്തിച്ചേന്ന്. ഭയങ്കര കൊതുണ്ടാ. നിനക്ക് എന്തായാലും ഇത് ഉണക്കാളതല്ലേ, നീ കോരിക്കോ. കോരിക്കോ? വാട്ട് നോൺസെൻസ് ആർ യു ഡൂയിങ്? നിങ്ങൾ എന്റെ മേത്തെ തല വെച്ചേർന്ന് ഉറങ്ങണേ. ഇതെന്റെ ചോറാണ്. നീ ഇപ്പൊ ഇതാ തിന്നണ ജോയി. സാരമില്ല, ഡോണ്ട് മൈൻഡ്, നമുക്ക് കോരാം. നീ ആദ്യം ആ സാധനത്തിന് കോരി മാറ്റിയേ. അവളപ്പത്തിൽ ഒരു കിടക്കുക. നിനക്കൊക്കെ ഇനി വേറെ മണി അടിക്കണോ സുധാകര? ഹർത്താലൊക്കെ ഞങ്ങൾക്കൊണ്ടിട്ട മുതലാളിയെ. പിന്നെ ഈ ഒരു ടൈമിൽ ഹെൽപ്പ് ചെയ്യണമെന്ന് വന്നല്ലേ. ഹാംഗ്രി ബേർഡ്സ്മാരെ ഒന്ന് സഹായിക്കോ? വേഗം വേണട്ടാ, കണ്ണീരിന്റെ വീക്ക്നെസ്സാ. ഒറ്റ കാരണം ഞാൻ വന്നേ. ഒന്നങ്ങോട്ട് മാറി നിന്ന് കുടിക്കോ നാരനേട്ടാ? ഹൃദയം സ്പോഞ്ച് പോലെയാണ്. ഇത് മതി നിങ്ങളെ മാറാരോഗിയാക്കാം. മാറാരോഗി ഒന്ന് മാറോ രോഗി. മുണ്ടൂരി പോണു. ഞാൻ മുണ്ടൂരിക്ക് തന്നെ പോണേ. സ്വന്തമാടെ ഇരിക്കണ പോലെ ഇരിക്കാണ്.
നമുക്ക് ആ പടിഞ്ഞാറക്കോട്ട് വഴി പോയല്ലോ. എന്തുട്ടിന് നീ പുഴക്കിൽ വഴി വിട്. ഏയ് അവിടെ പാർട്ടി സ്ട്രോങ് ആണ്. ആ ഐ ദേരെ വീട്ടൻ തണ്ടി. ഹർത്താലായിട്ട് അമ്പലത്തിലെ സെലിബ്രേഷൻ ഇവിടെ ലോഡ് നമ്മൾ എടുത്തോട്ടാ. മോന്തേ മാറി ഇന്നലെ ഫോൺ കട്ട് ചെയ്തവനാ. നീ ആ ഫോണും എടുക്ക്. ഒന്ന് നിർത്തിയാലേ നിന്റെ ഉണക്ക പാട്ട്. മനുഷ്യനോട് ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാ അവന്റെ ഒരു തൂത്തുരു. നീ ഇനി എന്തുട്ടിനാ പോയാ ടെൻഷൻ അടിക്കണേ? 2 കിലോമീറ്റർ കഴിഞ്ഞ് നമ്മുടെ ഫാക്ടറി എത്തിയില്ലേ? ജോയേട്ടാ ജോയേട്ടനെ പിണ്ടം കൊണ്ടൊരു തുലാഭാരം നടന്നിട്ടുണ്ട് കേട്ടാ. നിന്നെ ഞാൻ കൊല്ലും ഗ്രീന്. ഇവിടെ എന്തുട്ടാ ജിബ്രൂട്ടാ? എന്തുട്ടാ ശബ്ദം ഒന്നും കേക്കണല്ലോ? പെട്ടത്തിന്റെ പണക്കാരൻ ഉറങ്ങാൻ പറ്റാനുള്ള മുതലാളി. ആ ഒന്നും ചവിട്ടി നശിപ്പിക്കണ്ടാ. എന്റെ അമ്മേ ജോയേട്ടാ ജോയേട്ടന്റെ പട്ടികൾ അപ്പഴേ ചവിട്ടി വിട്ടോളൂ. ഞാൻ ചവിട്ടി വിടുന്നില്ല. വണ്ടി തല്ലി വിളിക്കും. പണി ടൂൾസ് ഒക്കെ ഉണ്ടാവും മറ്റേത്. അന്ന് അടുക്കുന്ന പ്രധാനം പാട്ടാ. എന്നിട്ട് കാണിക്കേ കയ്യിൽ കാലെടുത്ത് കാലിന് കൈ